അയ്യോ ഉറക്കവും പോയി സമയം പോയി പൈസയും പോയി. പുഷ്പയിൽ തുടങ്ങി ചന്ദനമഴയിൽ അവസാനിച്ച പോലെ പുഷ്പനും പൊങ്ങത്തില്ല. ഉറക്കത്തിന്റെ തുമ്പി വരുമ്പോഴത്തേക്ക് അടുത്തൊരു എന്തൊക്കെ വിളിയും ബഹളവും. ആ സാരി എടുത്തും കൊണ്ട് ഒരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് പുഷ്പ, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുടുംബങ്ങളൊക്കെ സീരിയൽ കണ്ടുകൊണ്ട്. രശ്മിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഇത്രയും ചിരിപ്പിച്ച നാഷണൽ അവാർഡ് ഉറപ്പാണ്. വേണമെങ്കിൽ ഞാൻ തരാം, ഈ മാല പണയം വെച്ച് വേണമെങ്കിൽ 500 രൂപ തരാം നിനക്ക്. കൊള്ളൂല, വെറും പന്ന, ഇഷ്ടപ്പെട്ടില്ല. നല്ല കിടിലം പടം. തിയേറ്റർ മിക്ക ആൾക്കാർ കത്തിക്കും ഇങ്ങനെയാണെങ്കിൽ. പുഷ്പ 1 വെച്ച് നോക്കുമ്പോൾ പുഷ്പ 1 നോക്കുമ്പോഴത്തേക്ക് അങ്ങ് മുകളിലാണ് കേട്ടോ. പുഷ്പ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഉറങ്ങാൻ പറ്റില്ല. ഉറക്കത്തിൻ്റെ തുമ്പി വരുമ്പോഴത്തേക്ക് അടുത്തൊരു എന്തൊക്കെ വിളിയും ബഹളവും. ആ സാരി എടുത്തും കൊണ്ട് ഒരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ അല്ലു അർജുൻ ഇനി ഇവിടെ ഇനി കൂടുതൽ പറയാൻ പറ്റില്ല. അത്ര നന്ദിയുണ്ട്. അയ്യോ ഉറക്കവും പോയി സമയം പോയി പൈസയും പോയി. ഫസ്റ്റ് ഹാഫ് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിഞ്ഞൂടാ. എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ചു. ഒരു ബന്ധമില്ല, ഒന്നും പറയാനില്ല ബ്രോ, ഒന്നും വെയിറ്റിംഗ് ആണ്. എന്തായാലും ബുക്ക് ചെയ്യില്ല. അയ്യോ ഭയങ്കര ബോറായിരുന്നു കേട്ടോ. വല്ലാണ്ട് കഥയിൽ നിന്ന് മാറി. ഇപ്പൊ സീരിയലാണ്. പുഷ്പയിൽ തുടങ്ങി ചന്ദനമഴയിൽ അവസാനിച്ച പോലെ പുഷ്പനും പൊങ്ങത്തില്ല. എല്ലായിടത്തും കാണാൻ ഞാൻ ഉറങ്ങിപ്പോയി, എനിക്കൊന്നും ഓർമ്മയില്ല. അല്ല ഉഗ്രൻ, സത്യം പറഞ്ഞാൽ മസ്റ്റ് വാച്ച് ആണ് പടം. എല്ലാവരും കഴിയുന്നത് എത്ര പൈസ കൊടുത്ത് പോകാൻ പറ്റുമോ, കഴിയുന്ന കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ എല്ലാവരും പോയി കാണണം. അല്ലു അർജുൻ്റെ അമ്മൂമ്മയുടെ ഞാൻ പറയണില്ല, രാജോട്ടിന് നാഷണൽ അവാർഡ് പോയി. ഇത്തവണ രശ്മിയൊക്കെ നോക്കി. കൂടുതലൊന്നും പറയില്ല. ഫസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി കാണാം, അത്ര അല്ല, കൂടുതലൊന്നും പറയില്ല. എല്ലാം വേറെ ലെവല്. പാട്ടും കൊള്ളാം. പുഷ്പ ഫയർ സൂപ്പർ കൊള്ളാം. സൂപ്പർ പുഷ്പ ഇന്റർനാഷണൽ. മലയാളം ഡബ്ബ് കാണാതിരിക്കാൻ ശ്രമിക്കുക. മലയാളം ഡബ്ബിൽ അവരുടെ ആ ആക്ച്വൽ ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ നല്ല നാശാക്കിയിട്ടുണ്ട്. തമിഴോ തെലുങ്കോ കാണാൻ നോക്കുക, അതായിരിക്കും നല്ലത്. പടം കുഴപ്പമില്ല, വാച്ചബിൾ ആണ്. പച്ച വരാതോ. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് വരാതോ പക്കാ സീരിയൽ. രശ്മിക വന്ന് വെറുപ്പിച്ചു വിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫുള്ള് പുഷ്പ, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുടുംബങ്ങളൊക്കെ സീരിയൽ കണ്ടുകൊണ്ട്. ഏത് യൂണിവേഴ്സ് ഒന്നുമില്ല, ഞാൻ ഉറക്കമായിരുന്നു കരച്ചിലെല്ലാം കേട്ട്. അത് സെക്കൻഡ് പാർട്ടിൽ തന്നെ. സെക്കൻഡ് പാർട്ടിൽ തീർക്കാതെ ഉള്ളൂ ഇതെല്ലാം. പിന്നെ 3 പാട്ടിന്റെ ആവശ്യമൊന്നുമില്ല, അത്ര വലിയ കഥയൊന്നും ഇല്ലത്. വളരെ മോശം, വളരെ മോശമാണ്. സെക്കൻഡ് ഹാഫൊക്കെ എന്തിനോ വേണ്ടി എടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഫഹദിന്റെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. പക്ഷേ എന്തിനോ വേണ്ടി തിളച്ചൊരു സാമ്പാർ പോലെയൊക്കെ പടം ഫീൽ ചെയ്തത്. ഒട്ടും കൊള്ളത്തില്ല. സെക്കൻഡ് ഫസ്റ്റ് അതെ കളക്ഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതാണ് മെയിൻ വിഷയം. കുഴപ്പമില്ല, ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ. ഓ വേണമെങ്കിൽ ഞാൻ തരാം, ഈ മാല പണയം വെച്ച് വേണമെങ്കിൽ 500 രൂപ തരാം നിനക്ക്. ഓ തേടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. തേടിന് ഞാൻ അല്ലു അർജുൻ്റെ അടുത്ത വേഷത്തിൽ ഞാൻ വരും, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. കാട്ടപരാധം വെച്ച് കഴിഞ്ഞാൽ ബ്രോ, ലാസ്റ്റ് ഫൈറ്റ് ഉണ്ട് സാരി കൊടുത്തിട്ടുള്ള. ആദ്യത്തെ ഫൈറ്റ് കൊള്ളാം. രണ്ടാമത് സാരി കൊടുത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അത് 2 കൈയും കെട്ടി 2 കാലും കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബാത്റൂം പോകുന്ന തൂറാൻ പോലും പറ്റൂല, ഉള്ള കാര്യം പോലെ. ആ അല്ലു അർജുൻ 50 വരെ വന്നപ്പോഴത്തേക്ക് കറങ്ങി കടിക്കുന്നത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല, ബാക്കിയൊക്കെ പെർഫോമൻസ്. പിന്നെ ലാസ്റ്റ് ഈ എന്താ പറയുക, ലാസ്റ്റ് ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് വന്നപ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നമുക്കൊക്കെ ഒരുപാട് തമാശയായിട്ടാണ് തോന്നിയത്. പാൻ ഇന്ത്യ കോമഡി പടം, അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ബന്ധമുണ്ട്, കാരണം ഫസ്റ്റ് ഹാഫ് കാണിച്ച അപരാധത്തിന്റെ കണ്ടിന്യൂഷൻ സെക്കൻഡ് ഹാഫിന്റെ അപരാധം. ക്യാമി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല ക്യാമി ഒന്നും. ക്ലൈമാക്സ് ഇനി തോന്നുന്നു മറ്റേ ഏഷ്യാനെറ്റിൽ സീരിയലിന് കോപ്പി റൈറ്റ്സ് വാങ്ങിച്ച് അതായിരിക്കും ക്യാമി. ഓ വാരീസിന്റെ ഒക്കെ ക്ലൈമാക്സ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രശ്മിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഇത്രയും ചിരിപ്പിച്ച നാഷണൽ അവാർഡ് ഉറപ്പാണ്.